ഇന്ന് നമ്മൾ മീൻ പിടിക്കാൻ എവിടെ പോകുന്ന ആലോചിക്കുമ്പോൾ അവിടെ വീടിൻ്റെ അടുത്ത് കിണറിൻ്റെ കാര്യം ഓർമ്മ വന്നത്. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, നേരെ സ്പോട്ടിക്ക് വന്നിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ തന്നെ നല്ല രീതിക്ക് ആഫ്രിക്കൻ മുഷോൾ ഇതിലും അറിയുന്നുണ്ട്. 5 എടുത്ത് ചേട്ടന്മാർ വളർത്താനായിട്ട് ഇട്ടാട്ടാ. അതിൽ ഒരെണ്ണത്തിന് പൊക്കാനായിട്ട് നമ്മളിന്ന് വന്നിട്ടുള്ള ഇതിൽ നമ്മൾ കാർപ്പ് പിടിക്കുന്ന വീഡിയോസൊക്കെ മുന്നേ കുറേ ഇട്ടുണ്ട്. അതൊക്കെ കാണാത്ത തന്നെ പോയി ഒന്ന് കണ്ടോളോ. അങ്ങനെ വന്ന് നമ്മൾ ചൂണ്ടിട്ടപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, നല്ല രീതിക്ക് ഉടക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബൈറ്റായിട്ട് ഇടുന്ന കോഴിക്കോടൽ തന്നെയാട്ടാ. ഇതേപോലെ തിക്കായിട്ട് കുടലിട്ട് കഴിഞ്ഞാൽ നല്ല രീതിക്ക് ആഫ്രിക്കൻ മുഷീനൊക്കെ കിട്ടിയതിന്. അതിനത് കഴിഞ്ഞ് നമ്മൾ നേരെ പോപ്പും കൂട്ടിയിട്ടുണ്ട്. അതിലെങ്കിലും പെടട്ടെന്ന് വെച്ചിട്ട് 4 ചൂണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഇടാനായിട്ട് പോകണം. ഈ കിണറിൻ്റെ ചുറ്റും നമ്മൾ ചൂണ്ടിട്ട് നശിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാന്ന് വെച്ചു. അതിനൊപ്പം തന്നെ നല്ല രീതിക്ക് തട്ടുമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു കാര്യം ഓർമ്മ വന്നത്, ഇതിൽ ആഫ്രിക്കൻ മനുഷ്യൻ മാത്രമല്ല നല്ല രീതിക്ക് കടുവൊക്കെ ഉണ്ട് ആ കരിപ്പിടിയും. അവന്മാർ വന്ന് കൊത്തണമെന്ന് മനസ്സിലായി. നമ്മുടെ വീടിൻ്റെ അടുത്ത പിള്ളേരൊക്കെ നമ്മുടെ ചൂണ്ടൽ കാണാനായിട്ട് വന്നിട്ടുണ്ട്. ഈ അച്ചാച്ചൻ പറഞ്ഞിട്ടാണ് നമ്മൾ ഇവിടേക്ക് മീൻ പിടിക്കാൻ വന്നത്. ആളാണ് ഇതിൽ മുഷീൻ ഇട്ടുണ്ടാകുന്നത്. അങ്ങനത്തെ പശുവും കുട്ടികളെ കണ്ടപ്പോൾ നമ്മൾ അവന്മാരെ കുറച്ച് നേരം പോയി കളിപ്പിക്കാന്ന് വെച്ചു. ഇതൊക്കെ പറ്റിയിട്ട് ഈ ഒരാഴ്ച തന്നെ ആയിട്ടുള്ളതെന്ന് തോന്നുന്നുണ്ട്. അവന്മാരൊക്കെ പാല് കുടിച്ച് റെസ്റ്റ് ചെയ്യണം സമയമായിട്ട്. അതിലാണെങ്കിൽ ഇഷ്ടംമാതിരി പശുകൾ ഇവിടെ ഈ പറമ്പിലുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് നോക്കുമ്പോഴേക്ക് നല്ല രീതിക്ക് കൊത്ത് കണ്ട നമ്മുടെ കൂട്ടുകാരെ വിളിച്ചിട്ട് വന്ന് പിടിച്ച് വലിക്കറാന്ന് പറഞ്ഞു. ഇങ്ങനെ നമ്മൾ കിണറിൻ്റെ ചുറ്റും പോയിട്ട് നോക്കിയിട്ടാ നല്ല രീതിക്ക് തട്ടുണ്ടായിരുന്നു. തട്ട് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി കടുവ അല്ലെങ്കിൽ വേറെ വല്ല മീനുകളാന്ന്. ആഫ്രിക്കൻ മുഷാണ് ഇതേപോലെ ഒന്നും തട്ടൊന്നുമില്ല, നല്ല രീതിക്ക് കൊണ്ടുപോയിനെ. അങ്ങനെ നമ്മൾ നല്ല ഹുക്കപ്പ് കൊടുത്ത് വലിച്ചപ്പോൾ നമുക്ക് കാര്യം മനസ്സിലായി, മീൻ കിട്ടില്ല എന്ന് മനസ്സിലായിട്ടാ. അങ്ങനെ നമ്മൾ വരാലോടത്തേക്ക് നേരെ നമ്മൾ വന്നിട്ടുണ്ട്. ഇപ്രാവശ്യം നമ്മൾ അവിടെ ഉണ്ടാകുന്ന ചൂണ്ടൊക്കെ കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ എന്തായാലും പിലോപ്പി പിടിച്ചിട്ടാണ് നമ്മൾ പോകുള്ള. നമ്മുടെ ഇപ്പം പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്. അവിടെ ചൂണ്ടുണ്ടാകുന്ന കണ്ണൻ്റെ സ്റ്റിക്കായിട്ട് നമ്മളിന്ന് കൊണ്ടുവന്നിട്ടില്ല. അതിൻ്റെ മെഷീനൊക്കെ നമ്മൾ ഊരി വെച്ചേക്കാം. അതിന് അതൊക്കെ കൊണ്ട് നമ്മൾ നേരത്തെ ചൂണ്ടാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ബൈറ്റായിട്ട് ഇടുന്ന മണ്ണിൽ തന്നെയാട്ടാ. ഇതവിടെ നല്ല രീതിക്ക് തിക്കായിട്ട് ഇട്ടാൽ നമുക്ക് ഇവിടുന്ന് പിലോപ്പി കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ചൂണ്ടൊക്കെ എടുത്ത് ഇറങ്ങിയപ്പോൾ ഈ ഒരു ആശാൻ്റെ കാര്യം കുളിക്കാൻ വേണ്ടി നമ്മളെപ്പോൾ വന്നാലും ഇവനോടെ വന്ന് കുളിച്ചോണ്ടിരിക്കും കേട്ടോ. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, കുറച്ച് നേരം അവൻ്റെ കുളിഫിയും കണ്ട് അങ്ങനെ നിന്നു. അത് നമ്മൾ നേരെ മതിലിൻ്റെ മുകളിലേക്ക് ഗണ്ണെടുത്ത് കയറിയിട്ടാ. എൻ്റെ കണ്ണിൽ എപ്പോഴും ഈ കണ്ണാട കണ്ടിട്ടില്ല. ഇത് വെക്കണതിൻ്റെ ഗുണം നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. വെള്ളത്തിൻ്റെ അടിയിലുള്ള എല്ലാ മീനും നമുക്ക് ഇതിൽ വെച്ച് കാണാൻ പറ്റും. അതാണ് ഞാൻ എപ്പോഴും കണ്ണാട വെച്ച് നടക്കണേ. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ വീണ്ടും നേരെ കുറച്ച് നമ്മൾ വീണ്ടും ഇട്ടുണ്ട് കേട്ടോ. അങ്ങനത്തെ കൂട്ടുകാരന്മാർ വന്നപ്പോൾ തന്നെ അവർക്ക് നല്ലൊരു കടിയം വരാൻ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സൈസുള്ള വരാലാട്ടോ അവിടുത്തെ പിള്ളേർക്ക് കൂടുതലായിട്ട് കിട്ടണേ. അങ്ങനെ ഓമാർ വലിയ വിളിച്ചു തുടങ്ങി നമ്മളെന്തായാലും ഇന്ന് പിഴോപ്പി പിടിച്ചിട്ട് അവിടെ നിന്ന് പോകുള്ളൂ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ കാസ്റ്റ് ചെയ്ത് നമ്മൾ തൊട്ടടുത്ത് തന്നെയായിട്ട് ഇട്ടിട്ടില്ല, വലിയ ദൂരമൊന്നും ഇട്ടിട്ടില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ലൊരു പിലോപ്പി കിട്ടിയിട്ടുണ്ട്. വിരലിൻ്റെ എത്ര വന്ന പിലോപ്പികൾ ഇട്ടിട്ടുണ്ട്. നമുക്ക് അതിൽ നിന്ന് വലിയൊരു പിലോപ്പി കിട്ടുമ്പോഴുള്ള സുഖം വേറെ ഒന്നും ഉണ്ടാ. നമ്മളത് കുറേ നാളായിട്ട് ഇവിടെ ഒന്ന് തീറ്റിട്ടിട്ട് മീൻ പിടിക്കുന്നത്. പക്ഷേ ഇതുപോലത്തെ ഒരു പിലോപ്പി നമുക്ക് ആദ്യമായിട്ടായിട്ട് കിട്ടണേ. എന്തായാലും നമ്മളവനെ തൂക്കിയെടുത്തിട്ടുണ്ട്. ഇന്നെന്തായാലും നമ്മളവനെ പൊരിച്ചടിക്കാനായിട്ട് പോകണേ. അത് നമ്മൾ നല്ല രീതിക്ക് ഇത് ഹുക്ക് പെട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട്. ഇനി വരെ നേരെ കവറിലാക്കി നമ്മൾ അടുത്ത രീതിക്ക് കാസ്റ്റ് ചെയ്യാനായിട്ട് പോകണേ. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വേറെ പിലോപ്പുകളൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റി. പക്ഷേ ഗണ്ണിലൊന്നും കിട്ടുണ്ടായില്ല. പിന്നെ പിള്ളേർ പിടിച്ചിട്ടുള്ള മീനോളെ കണ്ടില്ലേ, കുറേ മീനോളം അവർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വെല്ലുവിളി എന്തായാലും അവർ വിജയിച്ചു. അവർക്ക് അത്യാവശ്യം മീൻ കിട്ടിയിട്ടില്ല. അങ്ങനെ അവസാനം നമുക്കൊരു വരാല് കൂട്ടനെ കിട്ടിയിട്ടുണ്ട്. അവനെ നമ്മൾ അതിലേക്ക് തന്നെ റിലീസ് ചെയ്യാൻ പോവുക. കാരണം അത് കടിയൻ വരാലല്ലായിരുന്നു, നല്ലൊരു വരാലായിരുന്നു. നമ്മുടെ വരാലോളത്തിലാണ് വരാല്